ഹായ്, ഇന്ന് നമുക്ക് ഡോക്കറിനെ പറ്റി നോക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ വരെ നമുക്ക് തുടങ്ങാം. നിങ്ങളൊരു ഹോട്ടലിൽ പോയി നല്ലൊരു ചിക്കൻ കറി കഴിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ വീട്ടിൽ വന്ന് ആ ചിക്കൻ കറി വെക്കാൻ നോക്കി, പക്ഷേ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി, ആ ചിക്കന്, അതിൻ്റെ കൂട്ടുകൾ, അതിൻ്റെ കട്ട് പീസുകൾ, അത് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഡിഫറെൻ്റ് ആയതുകൊണ്ട്, അത് കുക്ക് ചെയ്ത ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ട്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് സിനാരിയോസ് മാറിയതുകൊണ്ട് ടേസ്റ്റ് മാറി. സോ തിങ്ക് ഓഫ് ദിസ്. നിങ്ങൾ ഹോട്ടലിൽ കഴിച്ച അതേ ഇൻഗ്രീഡിയൻസ് ആ ഷെഫ് ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻറ്റ് എല്ലാം തരികയും അത് കുക്ക് ചെയ്യേണ്ട ടൈം പറഞ്ഞു തരികയും എല്ലാം ഒരു കണ്ടെയ്നറിനാക്കി നിങ്ങൾക്ക് തരികയാണെങ്കിൽ, അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അതേപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമിലർ ടേസ്റ്റ് കിട്ടും. സോ ഡോക്കറും ഇതുപോലെ തന്നെയാണ്. നമുക്കൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷന് ഡിഫറെൻറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡിപ്പെൻഡൻസി ആയിട്ട് വരും. അതിന് ഡേറ്റാബേസ് കാണും, അതിന് ഫ്രണ്ട് എൻഡ് ഇപ്പം റിയാക്റ്റ് കാണും, നോട്ട് ജെഎസ് കാണും, അങ്ങനെ പല പല ഡിപ്പെൻഡൻസി ഒരു ആപ്ലിക്കേഷന് കാണും. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് ഈ ഡിപ്പെൻഡൻസി എല്ലാം ഒരു കണ്ടെയ്നറിനകത്താക്കി ആ കണ്ടെയ്നർ ആണ്. സോ അങ്ങനെ എല്ലാ ഡിപ്പെൻഡൻസിയും നമ്മളൊരു കണ്ടെയ്നറിനകത്താക്കി അതാണ് നമ്മൾ ഈ പറയുന്ന ഡെവലപ്പർക്കോ ടെസ്റ്റർക്കോ ആർക്ക് കൊടുത്താലും ഈ ആപ്ലിക്കേഷൻ എല്ലാ സിസ്റ്റത്തിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. സോ അതിൻ്റെ ഡിപ്പെൻഡൻസി എല്ലാം ഓക്കെ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. സോ ഡോക്കർ കംസ് ഹിയർ. താങ്ക് യു.